economics.comന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ക്രിറ്റിസിസം ഓഫ് ക്ലാസിക്കൽ തിയറി. ക്ലാസിക്കൽ തിയറിയുടെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്തൊക്കെയാണ്? കെയ്ൻസ് സ്ട്രോങ്ലി ക്രിട്ടിസൈസ്ഡ് ദി ക്ലാസിക്കൽ തിയറി ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഫോർ ഇറ്റ്സ് അൺറിയലിസ്റ്റിക് അസംഷൻസ്. ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റിന് കൂടുതലായിട്ടും ക്രിറ്റിസിസം വന്നിരിക്കുന്നത് കെയ്ൻസിന്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം അവരുടെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷനെയാണ് കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 8 പോയിന്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോ ടോപ്പിക്കും നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ആണ് കെയ്ൻസ് റിജക്റ്റഡ് ദി ഫണ്ടമെന്റൽ ക്ലാസിക്കൽ അസംഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ഇൻ ദി ഇക്കോണമി. ഇപ്പോൾ ക്ലാസിക്കൽ തിയറിയിലെ ഒന്നാമത്തെ അസംഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട അസംഷനാണ് എന്ത്? ഒരു സമ്പദ് വ്യവസ്ഥ എല്ലായ്പ്പോഴും ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. അപ്പോൾ കെയ്ൻസ് ഈ ഒരു അസംഷനെ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് എന്താണ്? ടു കെയ്ൻസ് ദ ജനറൽ സിറ്റുവേഷൻ ഇൻ എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഈസ് വൺ ഓഫ് അണ്ടർ എംപ്ലോയ്മെന്റ്. അപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലെ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു ജനറൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അണ്ടർ എംപ്ലോയ്മെന്റ് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, കെയ്ൻസ് റെഫ്യൂട്ടഡ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് ദാറ്റ് സപ്ലൈ ഓൾവേസ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. രണ്ടാമതായിട്ട് അദ്ദേഹം റിജക്റ്റ് ചെയ്തിരിക്കുന്ന കൺസെപ്റ്റ് ക്ലാസിക്കൽ തിയറിയിൽ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതിൽ പറയുന്ന ഒരു സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ ഓൾവേസ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. പ്രധാനം സ്വയം അതിൻ്റെ ചോദനത്തെ സൃഷ്ടിക്കുന്നു. ഹി മെയിൻറ്റെയിൻ ദാറ്റ് ഓൾ ഇൻകം ഏൺഡ് ഈസ് നോട്ട് സ്പെൻഡ് ഇൻ ദി ഇക്കോണമി. പക്ഷെ അതിന് കെയ്ൻസ് പറയുന്ന ഒരു ക്രിറ്റിസിസം എന്താണ്? ഒരു വ്യക്തി അയാൾക്ക് കിട്ടുന്ന വരുമാനം ഒരിക്കലും എന്ത് ചെയ്യില്ല? പൂർണ്ണമായിട്ടും സമ്പദ് വ്യവസ്ഥയിൽ ചെലവഴിക്കില്ല. എ പാർട്ട് ഓഫ് ദി ഏൺഡ് ഇൻകം ഈസ് സേവ്ഡ് ആൻഡ് ഈസ് നോട്ട് ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റഡ്. വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം എപ്പോഴും സേവ് ചെയ്യും. ആ സേവിങ്സ് ഒരിക്കലും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരില്ല എന്നാണ് കെയ്ൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് നിലനിൽക്കുകയും ചെയ്യുന്നില്ല. മൂന്നാമത്തത്, ദ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ബിലീവ്ഡ് ഇൻ സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഈക്വാളിറ്റി വിച്ച് വാസ് ബ്രോട്ട് അബൌട്ട് ബൈ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളുടെ വിശ്വാസം എന്താണ്? സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള തുല്യത നിലനിർത്തുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലൂടെ ആണ്. To Keynes, the level of saving depends upon the level of income, not on the rate of interest. പക്ഷേ കെയ്ൻസ് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ സേവിങ്സ് എപ്പോഴും ഇൻകത്തിനെ ആശ്രയിച്ചിരിക്കും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ സ്വാധീനിക്കില്ല എന്നാണ് പറയുന്നത്. സിമിലർലി ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഡിറ്റർമിൻഡ് നോട്ട് ഓൺലി ബൈ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബട്ട് ആൾസോ ബൈ ദി മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. ഇൻവെസ്റ്റ്മെന്റിനെ നിർണ്ണയിക്കുന്നത് പലിശ നിരക്ക് മാത്രമല്ല, പിന്നെ എന്തുകൂടിയാണ്? ക്യാപിറ്റലിന്റെ മാർജിനൽ എഫിഷ്യൻസി കൂടിയാണ്. എന്താണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? നമ്മളൊരു പുതിയ ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ലാഭനിരക്കിനെയാണ് MEC അല്ലെങ്കിൽ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പക്ഷേ ക്ലാസിക്കൽ തിയറിയിൽ മാർജിനൽ എഫിഷ്യൻസിനെ കുറിച്ച് കൂടുതലൊന്നും പ്രതിപാദിക്കുകയും ചെയ്യുന്നില്ല. നാലാമത്തെ പോയിന്റ്, കെയ്ൻസ് റിജക്റ്റഡ് ദി പിഗൂവിയൻ വേർഷൻ ദാറ്റ് എ കട്ട് ഇൻ മണി വേജ് കുഡ് അച്ചീവ് ഫുൾ എംപ്ലോയ്മെന്റ് ഇൻ ദി ഇക്കോണമി. അപ്പോൾ ഇതിൽ AC പിഗു പറയുന്ന ഒരു കൺസെപ്റ്റാണ്, നമുക്ക് ഫുൾ എംപ്ലോയ്മെന്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മണി വേജ് കുറച്ചാൽ മതിയെന്ന്. പക്ഷേ കെയ്ൻസ് അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ടു കെയ്ൻസ്, when there is a wage cut, the income of the workers is reduced. അപ്പോൾ കെയ്ൻസ് എന്താ പറയുന്നത്? നമ്മൾ ഈ വേജ് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേജ് കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? വർക്കേഴ്സിൻ്റെ വരുമാനം കുറയുകയാണ് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫാൾസ് ഡീലിംഗ് ടു എ ഡിക്ലൈൻ ഇൻ എംപ്ലോയ്മെന്റ്. അതിൻ്റെ ഭാഗമായിട്ട് അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കുറയുന്നു. അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കുറയുകയാണെങ്കിൽ എംപ്ലോയ്മെന്റ് കുറയുന്നതിന് കാരണമാകുന്നു. അഞ്ചാമത്തെ പോയിന്റ്, കെയ്ൻസ് ആൾസോ ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ദി ക്ലാസിക്കൽ വ്യൂ ദാറ്റ് ദർ ഈസ് എ ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മണി വേജസ് ആൻഡ് റിയൽ വേജസ്. ഇപ്പോൾ ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത് മണി വേജസും റിയൽ വേജസും തമ്മിലുള്ള ബന്ധം നേരിട്ടുള്ളതും ആനുപാതികവുമാണ്. കെയ്ൻസ് ഈ ഒരു അസംഷനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. കെയ്ൻസിന്റെ അഭിപ്രായം എന്താണ്? ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ദി ടു. മണി വേജസും റിയൽ വേജും തമ്മിലുള്ള റിലേഷൻ എപ്പോഴും ഇൻവേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ വിപരീതം ആയിരിക്കും. ആറാമത്തെ പോയിന്റ്, ദ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ബിലീവ്ഡ് ഇൻ ദി ഓട്ടോമാറ്റിക് ഫങ്ഷനിങ് ഓഫ് ദി ഇക്കോണമി. അപ്പോൾ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ വിശ്വസിക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തെയാണ്. ബട്ട് കെയ്ൻസ് സ്റ്റേറ്റഡ് ദാറ്റ് ലെഫ്റ്റ് ടു ഇറ്റ്സെൽഫ് ദ ക്യാപിറ്റൽ സിസ്റ്റം ഈസ് ഇൻകാപ്പബിൾ ഓഫ് ഫോക്കസിങ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഓഫ് ദ ഇക്കോണമി ഫുള്ളി.
പക്ഷേ കെയ്ൻസ് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രൊഡക്റ്റീവ് റിസോഴ്സസിനെ, ഉൽപാദനക്ഷമതയുള്ള വിഭവങ്ങളെ പൂർണ്ണമായും വിനിയോഗിക്കാൻ ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന് കഴിയില്ല. ദർഫോർ ഹി അഡ്വക്കേറ്റഡ് സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ. അതുകൊണ്ട് എന്താ ആവശ്യമാണ്? സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ ആവശ്യമാണ്. ഏഴാമത്തെ പോയിന്റ്, ദ റോൾ ഓഫ് മണി ഇൻ ദ ക്ലാസിക്കൽ സിസ്റ്റം വാസ് കൺഫൈൻഡ് ടു ബി യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻ ആൻഡ് പ്രിക്കോഷണറി പർപ്പസ്. ദ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദി സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. അടുത്തൊരു പ്രശ്നം എന്താണ്? ഇവിടെ ക്ലാസിക്കൽ സിസ്റ്റത്തിൽ പണത്തിൻ്റെ റോൾ എന്ത് മാത്രമേ ഉള്ളൂ? ട്രാൻസാക്ഷൻ പർപ്പസിനും അതുപോലെ പ്രിക്കോഷണറി പർപ്പസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ സ്പെക്കുലേറ്റീവ് ഡിമാൻഡിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ട്രാൻസാക്ഷൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ദൈനംദിന ആവശ്യങ്ങൾ, ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള പണമാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ്. നമുക്ക് അപ്രതീക്ഷിതമായിട്ട് എമർജൻസി കേസൊക്കെ വരുമ്പോൾ അതിനെ നികത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രിക്കോഷണറി പർപ്പസ്. അതുപോലെ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡിന് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ പ്രാധാന്യം കൊടുത്തിട്ടില്ല. എട്ടാമത്തെ പോയിന്റ്, ദ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ബിലീവ്ഡ് ഇൻ ദി ലോങ് റൺ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ബട്ട് കെയ്ൻസ് ബിലീവ്ഡ് ഇൻ ദി ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ലോങ് റൺ ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിനാണ്, ദീർഘകാലത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ കെയ്ൻസ് എന്താണ്? ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അദ്ദേഹം അതിന് കൊടുത്തൊരു എക്സ്പ്ലനേഷൻ എന്താണ്? ഇൻ ദി ലോങ് റൺ വി ആർ ആൾ ഡെഡ്. ലോങ് റണ്ണിൽ എല്ലാവരും എന്ത് ചെയ്യും? മരിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഷോർട്ട് റണ്ണിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നാണ് കെയ്ൻസ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ക്ലാസിക്കൽ തിയറിയുടെ ക്രിറ്റിസിസത്തിൽ പഠിക്കാനുള്ളത്.